മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ചെറിയ സൈസിലുള്ള ക്യാരറ്റും 1/2 ലിറ്റർ പാലുമാണ്. കൂടെ നമ്മളിവിടെ കുറച്ച് കാഷ്യൂനട്ടും ഈന്തപ്പഴവും കൂടെ എടുക്കുന്നുണ്ട്. ഞാനൊരു 6 കാഷ്യൂനട്ടും 6 ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സും കാഷ്യൂനട്ടും ഞാനിവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ചെറിയ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂട് പാലൊഴിച്ച് കുറച്ച് സമയം കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 2 വലിയ സ്പൂൺ ചെറിയ ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാലൊഴിച്ചതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ടതിന് ശേഷം സ്റ്റീമർ മൂടി 8 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ക്യാരറ്റ് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് 8 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല. ശർക്കരയോ അല്ലെങ്കിൽ നമുക്ക് തേനോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മധുരത്തിനായിട്ട് ശർക്കരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത പാലും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം 1 കപ്പ് പാൽ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പാൽ പിന്നീട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ജ്യൂസിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏലക്ക തൊലി പൊളിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ജ്യൂസ് ഈ കാണുന്ന പോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ആക്കി എടുക്കുക. പാലെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാം.